ദൈവത്തിന്റെ കൃപ ലഭിച്ച രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ ലഭിച്ച ചിലതിന് മേൽ ദൈവത്തിന്റെ ദയ വെളിപ്പെടും. ആ ദയ വീണവൻ അവൻ ഹൈലൈറ്റഡ് ആയിരിക്കും. അവനെ കണ്ടാൽ തിരിച്ചറിയും. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നിന്റെ നാണക്കേട് മാറ്റുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വീഴും. ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വീഴും. എത്ര ലോദേവാറിൽ നീ ഇരുന്നാലും ദൈവത്തിന്റെ ദയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദയ നിന്നെ അന്വേഷിച്ചു വരും. നീ രാജകീയ കുടുംബമാണ്. നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരേണ്ട കാര്യമില്ല. നീ ഇരിക്കേണ്ടോടത്ത് ഇരുത്താൻ, നീ എത്തേണ്ടോടത്ത് എത്താൻ ഇത്ര താമസിച്ചാലും വരും. ഈ മരുഭൂമിയിൽ ഒരിക്കലും ഒരു വ്യക്തിയും ഹാഗാർ പ്രതീക്ഷിച്ചില്ല. അവസാനിച്ചു എന്ന് പറഞ്ഞ സമയത്താണ് ഒരു പതുങ്ങിയ ശബ്ദം. ഹാഗാറെ, അവൾ ഞെട്ടിപ്പോയി. അബ്രഹാമിന്റെ വീട്ടിൽ നിന്നപ്പോൾ എന്നെ തോഴി എന്നല്ലാതെ എന്റെ പേരൊരാൾ ഇതുവരെ നീട്ടി വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഇത്ര വ്യക്തിപരമായി അറിയുന്ന ആരാന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, എൽറോയ്. നിന്റെ എൽറോയ്. നീ ഏത് മരുഭൂമിയിൽ ചെന്നാലും നീ എത്തുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ എത്തി. ദൈവത്തിന്റെ ദയ വീണാൽ നീ വീഴുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പേ ദൈവം യോസേഫിന്റെ പൊട്ടക്കടൽ ഉണ്ടാകും. ദൈവത്തിന്റെ ദയ വീണാൽ നീ ഏത് പൊട്ടക്കടൽ, ഏത് ഇരുട്ടിലായാലും ആമേൻ, അവിടെ ദൈവത്തിന്റെ കരുണ. അവസ്ഥ മാറും എന്ന് പറയുന്നവൻ അവസ്ഥ മാറ്റാൻ കഴിവുള്ളവനാണെങ്കിൽ ഇനി എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനത് വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.